ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മൾ ദേശീയപാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്ക പരത്തുന്ന വാർത്തകളൊക്കെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത ഇതിനു മുൻപ് കൂരിയാടും, മലപ്പുറം ജില്ലയിലെ കൂരിയാടും, ഇപ്പോൾ കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെ അത് വിണ്ടുകീറി തകർന്നോ ഒക്കെ രൂപത്തിലാണ്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ അത് അതിന്റെ ഉയരപ്പാതയിലാണ് തകർച്ച, ഉയരപ്പാതയുടെ ഭിത്തികളിലേക്കാണ് ഉണ്ടായതെങ്കിൽ കൊല്ലത്തത് വിണ്ടുകീറുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇതൊക്കെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭാഗത്തെ ഭൂമിയുടെ കിടപ്പിനനുസരിച്ചുള്ള ഒരു വ്യതിയാനങ്ങളാണ്. ഇതിന് വലിയ ശാസ്ത്രീയ പഠനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഏവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലും. ഈ വ്യത്യസ്ത മേഖലകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനനുസരിച്ച് ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ദേശീയപാതയുടെ ഉയരപ്പാതകൾ നിർമ്മിക്കുന്നത് കുത്തനെയാണ്. അപ്പോൾ കുത്തനെ നിർമ്മിക്കുമ്പോൾ അതിന് ഉറപ്പുണ്ടാവുകയില്ല എന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമാണല്ലോ. താഴ്ന്ന ക്ലാസ്സുകളിൽ വരെ നമ്മൾ മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുത്തനെ ഉണ്ടാക്കുന്ന ഈ ഉയരപ്പാതകളാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുമ്പോൾ സമാനമായ സ്ലോപ്പ് ഉയരപ്പാത തന്നെ നിർമ്മിക്കുന്നു. സമാനമായ അത് സ്ലോപ്പ് രൂപത്തിൽ അതിന് അങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്. എന്നാൽ ഉയരപ്പാത മണ്ണിട്ട് നികത്തി അതിന്റെ ഭിത്തി സ്ലോപ്പായ രീതിയിലാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നിർമ്മിക്കുന്നത്. എന്നിട്ട് അതിൽ അടിയിൽ ഫൗണ്ടേഷൻ കൊടുത്ത് ബാക്കി പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ്. ഭംഗിക്കും ഉറപ്പിന് രണ്ടിനും കൂടി പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പൊ പുല്ല് അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മണ്ണ് ഇളകി പോവുകയുമില്ല. റോഡിനാണെങ്കിൽ താഴത്തു നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ആ പുല്ല് വെച്ച സ്ഥലത്ത് ആണെങ്കിൽ ആൾക്കുകൾക്ക് ഇരിക്കാനും അത്രയും സ്ലോപ്പിലാണ് അത് മേലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ പ്രത്യേക പരിസ്ഥിതി അനുസരിച്ച് അത്ര സ്ഥലം നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ സ്ലോപ്പ് നമുക്ക് നിർമ്മിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ തീർച്ചയായും ഇതിന് പരിഹാരം എന്ന നിലക്ക് പല വ്യത്യസ്ത ഭൂമികളിലൂടെയാണല്ലോ ഇത് കടന്നു പോകുന്നത്. ഈ കൊല്ലത്താണെങ്കിൽ ഒരു കാലാവസ്ഥയായിരിക്കും, മലപ്പുറത്താണെങ്കിൽ വേറെ തരം മണ്ണായിരിക്കും, അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വ്യത്യസ്തമായിരിക്കും, കാസർഗോഡ് എത്തുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രദേശത്ത് കൂടി ഇത് കടന്നു പോകുമ്പോൾ തീർച്ചയായും ഇതിന് അനുയോജ്യമായ നമ്മുടെ സ്ഥലപരിമിതിയും ഒരു ഘടകമാണ്. തീർച്ചയായും നമുക്ക് പരിമിതി കുറവുണ്ട്. നമ്മുടെ അതിനടിയിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലം അതിനുവേണ്ടി സ്ലോപ്പിന് വേണ്ടി മുടക്കാൻ നമുക്ക് ഇപ്പോൾ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ. അത് അത്തരം സ്ഥലങ്ങളിലൊക്കെ അത് പാലം രൂപത്തിൽ അത് കടന്നു പോകുന്നതായിരിക്കും നല്ലത്. ഇതിന് വലിയ ശാസ്ത്രീയ പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിലെ കാലാവസ്ഥ മൊത്തത്തിൽ അറിയുന്ന നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ കൂടി വയല്, പാടം, ചതുപ്പ് നിലയങ്ങളും ഒക്കെ കൂടി കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട് നികത്തി അത് ആ മണ്ണ് അടിയിലേക്ക് ഇറങ്ങി പോകാനൊക്കെ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. ഭൂമിയുടെ അടിയിലെ വെള്ളമൊഴുക്കിനനുസരിച്ച് മണ്ണ് അടിയിലേക്ക് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത കണക്കിലെടുത്ത് നമ്മൾ തീർച്ചയായും അത്തരം ഭാഗങ്ങളിൽ നമ്മൾ ഫില്ലർ കൊടുത്ത് പാലം രൂപത്തിലാണ് അത് കടന്നു പോകുന്നതെങ്കിൽ അതിന് തീർച്ചയായും ഉറപ്പ് ലഭിക്കും. കാരണം ഇത് നമുക്ക് ആയുഷ്കാലം നിലനിൽക്കേണ്ടതാണല്ലോ. 1-2 ദിവസത്തിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്നതല്ല, വലിയ പണച്ചെലവുള്ള ഒരു പദ്ധതിയുമാണ്. അപ്പോൾ ഈ പരിമിതമായ സ്ഥലത്ത് നമുക്ക് ഇത് നിർമ്മിക്കാൻ നമുക്ക് പില്ലർ കൊടുത്ത് പാല രൂപത്തിൽ അത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതിന്റെ ചുരുക്കം. അതിന് വലിയ ശാസ്ത്രീയ പഠനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തന്നെ അതിന് ധാരാളമാണ്. പിന്നെ അതിന്റെ രണ്ടാമത്തെ വഴി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ലോപ്പ് കൂട്ടുക എന്നതാണ്. അതിന് നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. സ്ലോപ്പ് കൂട്ടി ഭിത്തി നിർമ്മിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിന് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ നാട്ടിലൊക്കെ അപ്രോച്ച് റോഡുകളിൽ ചെറിയ ചെറിയ പാലങ്ങൾ നിർമ്മിക്കുന്നു. ആ പാലത്തിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്രോച്ച് റോഡ് നല്ല 2 ട്രാക്ക് ഉള്ള അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് അതിന് സൈഡ് ഭിത്തി അടിയിൽ മാത്രം കൊടുത്ത് ബാക്കി സ്ലോപ്പിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ കേരളത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നതാണ്.
അപ്പൊ ആ സ്ലോപ്പിൽ നിർമ്മിക്കുമ്പോൾ തീർച്ചയായും അതിന് വെള്ളം ഒഴുകി പോവാനും പിന്നെ ആ മണ്ണ് താഴ്ന്ന് നിൽക്കാനും ഒക്കെ അതിന് സൗകര്യമുണ്ട്. അപ്പൊ സ്ലോപ്പ് നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിലും സുപരിചിതമാണ്. പക്ഷെ ഇവിടെ നാഷണൽ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്ഥലപരിമിതിയുണ്ട്. രണ്ട് ഭാഗത്തു കൂടി സർവീസ് റോഡ് കടന്നു പോകേണ്ടതുണ്ട്. അതിന് നടുവിലൂടെയാണ് ഈ ഉയരപ്പാത കടന്നു പോകുന്നത്. അപ്പൊ ഈ ഉയരപ്പാതയുടെ സൈഡിൽ ഇത്തരം സ്ലോപ്പ് നിർമ്മിക്കുവാനുള്ള സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിമിതി ാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫില്ലർ കൊടുത്ത് പാല രൂപത്തിൽ അതിനെ കടന്നു കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് ഉറപ്പ് ലഭിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിന് വലിയൊരു പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കാരണം കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥ അറിയുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നതാണ്. കാരണം നമ്മുടെ കൂടുതൽ 6 മാസത്തിൽ കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളലിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. നല്ല കാലാവസ്ഥയാണ് നമ്മുടേത്. ഇതൊക്കെയാണെങ്കിലും ഇതിനനുയോജ്യമായ രീതിയിൽ ഇത്തരം റോഡുകൾ കടന്നു പോകുമ്പോൾ, കാരണം ഇതിൽ ഇപ്പൊ ഈ ദേശീയപാത ഓപ്പൺ ആയി കഴിഞ്ഞാൽ രാവും പകലും എന്ന പോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും നിർത്താതെ വാഹനങ്ങൾ പാസ് ചെയ്യുമ്പോൾ ആ റോഡിന് ശക്തിയായ ഉറപ്പ് ആവശ്യമാണ്. ആ ഉറപ്പ് ലഭിക്കണമെങ്കിൽ ഈ മണ്ണ് ബലക്ഷയമുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിന് പാലം നിർമ്മാണം തന്നെ, ഫില്ലർ കൊടുത്ത് അതിന് പാലം നിർമ്മിക്കുക തന്നെയാണ് ഇതിന് അനുയോജ്യമായ വഴി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ 2 തകർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഇത്ര സ്ലോപ്പില്ലാത്ത ഉയരപ്പാത നിർമ്മിച്ചു കഴിഞ്ഞാൽ ഭിത്തിക്ക് സ്ലോപ്പില്ലാത്ത സൈഡ് ഭിത്തിക്ക് സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഉയരപ്പാത നിർമ്മാണം സാധ്യമാണ്. സൈഡ് ഭിത്തിക്ക് സ്ലോപ്പ് കൊടുക്കാതെ ഉയരപ്പാത നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് കുത്തനെയുള്ള മണ്ണിട്ട് നികത്തി കുത്തനെ അതിന് സൈഡ് ഭിത്തി കൊടുക്കുമ്പോൾ, അതും ഇന്റർലോക്ക് മോഡൽ ഒരു സൈഡ് ഭിത്തിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ അതിന് മണ്ണ് വെള്ളം അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് തള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഒരു സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം മണ്ണിന് ബലക്ഷയമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൽ തീർച്ചയായും ഉയരപ്പാതയാണെങ്കിൽ അവിടെ ഫില്ലർ കൊടുത്ത് പാല രൂപത്തിൽ നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേക ഈ കാലാവസ്ഥയും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഉയരപ്പാതകളിൽ 2 പ്രാവശ്യം ഇപ്പോൾ അപകടമുണ്ടായതും റോഡ് തകർന്നതും ഒക്കെ. തീർച്ചയായും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉണർത്തൽ നടത്തി എന്ന് മാത്രം. ഇത് തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം. റോഡ് ഉയരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ തീർച്ചയായും ഫില്ലർ ഉപയോഗിച്ച് പാല രൂപത്തിൽ അത് നിർമ്മിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമുക്ക് ആയുഷ്കാലം നിലനിൽക്കേണ്ടതാണ്. 1-2 ദിവസത്തിനല്ല, ആയിരക്കണക്കിന് വാഹനങ്ങൾ രാവും പകലും ഇല്ലാതെ ഓടുന്നതുമാണ്. നാഷണൽ ഹൈവേ ആയിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, രാവും പകലും ഇല്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഒരു പരിഹാരം, അപ്പോൾ റോഡ് സുരക്ഷിതമായി നിലനിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ആ റോഡ് സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ അവിടെ തീർച്ചയായും മണ്ണിന് ബലക്ഷയമുള്ള സ്ഥലങ്ങളിലെല്ലാം ഉയരപ്പാത അത് ഫില്ലർ കൊടുത്ത് പാലത്തിന്റെ രൂപത്തിൽ നിർമ്മിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.